വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വപ്നം കാണുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ അബോധ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒന്നാണ് സ്വപ്നം. എല്ലാ മനുഷ്യരും സ്വപ്നം കാണാറുണ്ട്. ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടില്ലാത്തവർ ആരും കാണില്ല. സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ രീതികൾ പറയുന്നുണ്ട്. അതിൽ ഓരോ സ്വപ്നത്തിനും ഓരോ ഫലം ഉള്ളതായി പറയപ്പെടുന്നു. നല്ല സ്വപ്നം കണ്ടാൽ വീണ്ടും കിടന്നുറങ്ങരുത്. ദുസ്വപ്നങ്ങൾ കണ്ടാൽ ദൈവത്തെ ധ്യാനിച്ച് വീണ്ടും കിടന്നുറങ്ങുക. പകൽ കാണുന്ന സ്വപ്നം ഫലിക്കുന്നതല്ല. ഒന്നാം യാമത്തിൽ കാണുന്ന സ്വപ്നം ഒരു വർഷത്തിനുള്ളിലും, രണ്ടാം യാമത്തിൽ കാണുന്ന സ്വപ്നം 3 വർഷത്തിനുള്ളിലും, മൂന്നാം യാമത്തിൽ കാണുന്ന സ്വപ്നം 1 മാസത്തിനുള്ളിലും, അരുണോദയത്തിൽ കാണുന്ന സ്വപ്നം 10 ദിവസത്തിനുള്ളിലും, പുലർച്ചയിൽ കാണുന്ന സ്വപ്നം ഉടൻ തന്നെയും ഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നെല്ലിക്ക സ്വപ്നം കണ്ടാൽ ആരോഗ്യം വർദ്ധിക്കുമെന്നും, ധാന്യങ്ങൾ കണ്ടാൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നും, ധാന്യങ്ങൾ തട്ടി താഴെ പോകുന്നതായി സ്വപ്നം കണ്ടാൽ നഷ്ടമുണ്ടാകുകയും ചെയ്യുമെന്നും, സാധാരണയായി നല്ല സ്വപ്നങ്ങൾ കാണപ്പെടുന്നത് ആന, ദേവാലയങ്ങൾ, പശു, പർവ്വതശിഖരം, എരുമ, മാംസഭക്ഷണം, വൃക്ഷം, മുകളിലേക്ക് കയറുക, രത്നം പതിച്ച ആഭരണങ്ങൾ കാണുക, തൈര് കഴിക്കുക, ചന്ദനം പൂശുക, വെളുത്ത വസ്ത്രം ധരിക്കുക, വെള്ളപ്പൂവ്, അകിൽ, കർപ്പൂരം തുടങ്ങിയവ സ്വപ്നത്തിൽ കണ്ടാൽ സമ്പത്തുണ്ടാകുമെന്നും, തേൾ കടിക്കുക, പാമ്പ് കടിക്കുക, തീയിൽപ്പെടുക, സമുദ്രം താണ്ടുക എന്നിവ സ്വപ്നം കണ്ടാൽ ധനലാഭം ഉണ്ടാകും. ഇതുകൂടാതെ വേറെ സ്വപ്നഫലങ്ങളുമുണ്ട്. ചാമ്പൽ, ചുണ്ണാമ്പ്, കരി എന്നിവ രോഗമുള്ളവർ കണ്ടാൽ രോഗശാന്തി കിട്ടും. വിളക്കുകൾ പ്രകാശമായി കത്തുന്നത് മലയുടെ മുകളിൽ നിന്നോ അധികം ദൂരെയുള്ള സ്ഥലത്തു നിന്നോ കണ്ടാൽ ആജീവനാന്തം കഷ്ടത അനുഭവിക്കും. സ്വപ്നത്തിൽ അഗ്നി കാണുന്നത് നല്ലതാണ്. എരിയുന്ന അഗ്നി രോഗമുള്ളവർ കണ്ടാൽ പെട്ടെന്ന് രോഗത്തിൽ നിന്നും ശമനം കിട്ടും. ദീപം, തീവെട്ടി ഇവ നമ്മൾ കൊളുത്തിയതായി കണ്ടാൽ സന്താനങ്ങൾക്കും ശോഭനമായ ഭാവി, കുടുംബാഭിവൃദ്ധി, സന്താനലാഭം എന്നിവ ലഭിക്കും. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അണഞ്ഞു പോകുന്നതായി കണ്ടാൽ അതികഠിനമായ കഷ്ടതയും പുത്രശോകവും മറ്റും ഫലങ്ങളും ഉണ്ടാകും. വീടിൻ്റെ വാതിൽ, ജനലുകൾ ഇവ എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ളവർക്ക് അതു കാണുന്നവർക്കും രോഗം പിടിപെടും. കൂട്ടുകാർ, അവരവരുടെ ബന്ധുക്കൾ ഇവരുടെ വസ്ത്രങ്ങൾ തീപിടിക്കുന്നതായി കണ്ടാൽ അവർക്ക് നാശം ഉണ്ടാകും. വിളക്ക്, തീവെട്ടി ഇവ ഒരു സംഘത്തിൻ്റെ നാടുവിടലിലൂടെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകുന്നതായി കണ്ടാൽ നല്ല കീർത്തി ഉണ്ടാകും. അഗ്നി എരിയുന്ന പുകയോടുകൂടി കണ്ടാൽ പലതരത്തിലുള്ള നാശം ഉണ്ടാകുകയും മനക്ലേശമുണ്ടാകുന്ന വാർത്തകൾ, വിരോധികളുടെ വർധനവ് എന്നിവയായിരിക്കും ഫലം. പുകയോടുകൂടി മേൽപ്പുര കത്തുന്നത് കണ്ടാൽ കള്ളന്മാരിൽ നിന്നും നഷ്ടം ഉണ്ടാകും. വീടിൻ്റെ പുറകുവശം കത്തി എരിയുന്നതായി കണ്ടാൽ വീട്ടിലുള്ള പ്രധാന സ്ത്രീകൾക്ക് രോഗം ഉണ്ടാകും. പന്തൽ, കച്ചേരി, തൂണുകൾ, ചാവടി ഇവ പുകയില്ലാതെ കത്തി എരിയുന്നതായി കാണപ്പെട്ടാൽ യശസ്സ് ഉണ്ടാകും. ധാന്യക്കൂമ്പാരം കത്തുന്നതായി കണ്ടാൽ നല്ല വിളവ് ലഭിക്കും.
കപ്പൽ കയറിയതായി കണ്ടാൽ ദൂരദേശയാത്രയ്ക്കുള്ള യോഗം ഉണ്ടാകും. വെള്ളത്തിലുള്ള പായൽ കാലിൽ ചുറ്റിപ്പിടിക്കുന്നതായി കണ്ടാൽ ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകും. സ്വന്തം ശരീരത്തിൽ അഗ്നി പടരുന്നതായി കണ്ടാൽ മനോദുഃഖം, ശത്രുവർദ്ധനവ്, രോഗം ഇവ ഉണ്ടാകുന്നതാണ്. വെള്ളത്തിൽ കുളിക്കുന്നതായിട്ടോ പരിശുദ്ധമായ കിണറോ കാണുകയാണെങ്കിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നതാണ്. നദിയോ തെളിഞ്ഞ കുളമോ കണ്ടാൽ കാര്യസിദ്ധിയും ശരീരസുഖം ഇവ ഉണ്ടാകുന്നതാണ്. നാട് മൊത്തം കത്തി എരിയുന്നതായി കണ്ടാൽ രോഗം, ദാരിദ്ര്യം ഇവ ഫലത്തിൽ വരും. അഴുക്ക് ജലത്തിൽ കുളിക്കുന്നതായി കണ്ടാൽ രോഗമുണ്ടാകും. കടൽ തിരകളിൽ അകപ്പെട്ടതായി കണ്ടാൽ കാര്യനഷ്ടം, രോഗം മുതലായവ ഉണ്ടാകും. ചൂടുവെള്ളം കുടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ദുഃഖമുണ്ടാകും. പച്ചവെള്ളം കുടിക്കുമ്പോൾ പാത്രം തട്ടിമറിയുന്നതായിട്ട് കണ്ടാൽ തൻ്റെ ഉറ്റമിത്രങ്ങൾക്ക് ആപത്തുണ്ടാകും. കിണർ, നദി, കുളം എന്നിവയിലൂടെ വെള്ളം അഴുക്കായിട്ട് കാണപ്പെട്ടാൽ കാര്യനഷ്ടം, രോഗം ഇവ ഉണ്ടാകും. ഭൂകമ്പം ഉണ്ടായതായിട്ട് കാണപ്പെട്ടാൽ കുടുംബത്തിലുള്ളവർക്ക് മൊത്തത്തിൽ ധനനഷ്ടം, കാര്യനാശം എന്നിവ ഉണ്ടാകും. കറുപ്പ് നിറത്തോടു കൂടിയ ഭൂമിയെ സ്വപ്നത്തിൽ കാണുന്നത് കഷ്ടതയുണ്ടാക്കും. ഒഴുകുന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകുന്നതായി കാണപ്പെട്ടാൽ വിശ്വസിച്ചവർ കൂടെ നിന്ന് ചതിക്കുമെന്നും കള്ളന്മാരിൽ നിന്ന് നഷ്ടം, ആപത്ത് ഇവ ഉണ്ടാകുന്നതാണ്. കായ്കനികൾ താഴ്ന്ന പ്രദേശത്ത് നട്ടിരിക്കുന്നതായിട്ട് കണ്ടാൽ ആപത്ത് ഉണ്ടാകും. തനിച്ച് ഒരു ഗുഹയിൽ കഴിയുന്നതായിട്ട് കണ്ടാൽ കാര്യനാശം, ധനത്തിന് നഷ്ടം എന്നിവയായിരിക്കും ഫലം. താൻ നിൽക്കുന്നിടത്തെ ഭൂമി മാത്രം കുലുങ്ങുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ധനനഷ്ടവും കാര്യനാശവുമായിരിക്കും ഫലം. കൃഷിയില്ലാത്ത ഒഴുതിട്ടിരിക്കുന്ന നിലം കണ്ടാൽ തൻ്റെ ബന്ധുക്കളോടും പുത്രന്മാരോടും വിരോധം ഉണ്ടാകുകയും വ്യാപാരികളാണ് കാണുന്നതെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. വീടിനുള്ളിൽ അഴുക്കുവെള്ളം കൊണ്ട് തെളിച്ചതായിട്ട് കണ്ടാൽ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും. പിളർന്നിരിക്കുന്ന മല കണ്ടാൽ ബന്ധുക്കൾക്ക് നാശം സംഭവിക്കും. കാലു തെറ്റി താൻ കുഴിയിൽ വീഴുന്നതായിട്ട് കണ്ടാൽ പലതരത്തിലുള്ള ആപത്തുകൾ വന്നു ചേരും. ചുമരിൽ നിന്നും താഴെ വീഴുന്നതായിട്ട് കണ്ടാൽ ഉദ്യോഗത്തിൽ താഴ്ചയുണ്ടാകും. പർവ്വതത്തിൽ കയറുമ്പോൾ കാലു തെറ്റി വീഴുന്നതായിട്ട് കണ്ടാൽ ആരോഗ്യം ഇല്ലാതാകും. പള്ളികളില്ലാത്ത പർവ്വതത്തിൽ കൂടി ബുദ്ധിമുട്ടി കയറുന്നതായിട്ട് കണ്ടാൽ പലവിധത്തിലുള്ള ആപത്തുകൾ വന്നു ചേരും. മലയുടെ മുകളിൽ ചെന്നതായിട്ട് കണ്ടാൽ ആപത്തുകൾ മാറിക്കിട്ടും. ക്രൂരമൃഗങ്ങളെ ഗുഹയിൽ കണ്ടാൽ പുത്രന്മാരിൽ നിന്നും വിരോധം ഉണ്ടാകും. മഹത്തായ ക്ഷേത്രങ്ങളുടെ പടം കണ്ടാൽ യാത്ര പുറപ്പെടും. ഗ്രാമങ്ങളെ കണ്ടാൽ ദൂരദേശയാത്ര ചെയ്യും. കാട്ടിൽ ചുറ്റിത്തിരിയുന്നതായിട്ട് കണ്ടാൽ കഷ്ടതകൾ ഉണ്ടാകും. കൃഷി നന്നായിട്ട് തൻ്റെ ഭൂമിയിൽ വിളയുന്നതായിട്ട് കണ്ടാൽ കൂടുതൽ ധനം ഉണ്ടാകും. സമൃദ്ധിയായി വിളവോടുകൂടിയ നിലം കണ്ടാൽ ധനലാഭവും ആ നിലത്തെ ചുറ്റിവരുന്നതായിട്ട് കണ്ടാൽ സകലവിധ ഐശ്വര്യവും ഉണ്ടാകും. നെല്ല് വിളവെടുക്കുന്നതിന് മുമ്പ് പച്ചയായിട്ടോ കറ്റയായി കെട്ടിവെച്ചിരിക്കുന്നതായി കണ്ടാൽ രോഗങ്ങൾ മുതലായ ദുഃഖങ്ങൾ മാറും. ദൂരദേശത്ത് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടാൽ സന്തോഷപ്രദമായ ജീവിതം ഉണ്ടാകും. നെല്ല കതിരുകൾ വയലിൽ നിൽക്കുന്നതായിട്ട് കണ്ടാൽ ബുദ്ധിമുട്ടുള്ള സംഗതികൾ, കഷ്ടത അനുഭവിക്കാതെ സന്തോഷവും ലാഭവും ഉണ്ടാകുന്നതാണ്. വീടിന് ചുറ്റുമുള്ള പൂന്തോട്ടത്തിൽ
വിവിധ തരത്തിലുള്ള കനികളും ജലം നിറഞ്ഞ കിണറും കുളവും കാണുകയാണെങ്കിൽ പതിവ്രതയായ സ്ത്രീയെ വിവാഹം ചെയ്ത് നല്ല സന്താനത്തെ ലഭിക്കും. വിളഞ്ഞു കിടക്കുന്ന നിലത്തിൻ്റെയോ മറ്റു കൃഷികളുടെ നടുവിൽ പോയതായിട്ടോ സ്വപ്നത്തിൽ കണ്ടാൽ നഷ്ടപ്പെട്ടു പോയ സ്വത്ത് തിരികെ വന്നു ചേരും. നിലം മറ്റുള്ളവർ ഉഴുതുന്നതായിട്ടോ താൻ ഉഴുതുന്നതായിട്ടോ കാണുകയാണെങ്കിൽ സൽകീർത്തിയുണ്ടാകും. ഗുഹകളിൽ നിന്നും താൻ രക്ഷപ്പെട്ടതായിട്ട് കണ്ടാൽ സകല ക്ലേശങ്ങളും മാറിക്കിട്ടും. കാട്ടുതീയെ കാണുകയാണെങ്കിൽ വിചാരിച്ച കാര്യം സാധിച്ചു കിട്ടും. ആനയെ കാണുകയാണെങ്കിൽ വിശേഷഫലം ഉണ്ടാകും. വീട് കെട്ടുന്നതായിട്ട് കണ്ടാൽ വിചാരിച്ച കാര്യം സാധിക്കും. നായയെ കാണുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകും. വീട് പുതുക്കി പണിയുന്നതായിട്ട് കണ്ടാൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരികെ ലഭിക്കും. മലയുടെ മുകളിലോ മെത്തപ്പുറത്തോ ഗോപുരത്തിൻ്റെ മുകളിലോ ചുവരിന്മേലോ കയറുന്നതായിട്ട് കണ്ടാൽ കീർത്തി, അന്തസ്സ്, വിശേഷലാഭം മുതലായവ ഉണ്ടാകുന്നതാണ്. കാളസർപ്പത്തെ കണ്ടാൽ വലിയ അസുഖമോ ബന്ധുക്കൾക്ക് മരണമോ ഉണ്ടാകും. പുതിയ കെട്ടിടം വാങ്ങുന്നതായിട്ട് കണ്ടാൽ ധനലാഭം. മനുഷ്യനെ കാള കുത്തുന്നതായിട്ട് കണ്ടാൽ ആപത്ത് ഉണ്ടാകുന്നതാണ്. ചന്ദ്രബിംബത്തെ കാണുകയാണെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും. മനുഷ്യനെ വാഹനം തട്ടി പരിക്ക് പറ്റുന്നതായിട്ട് കണ്ടാൽ തൻ്റെ ശത്രുവിനെ ആരോ നശിപ്പിക്കുന്നതായിരിക്കും ഫലം. ആറുപോലെ രക്തം ഒഴുകുന്നതായിട്ട് കണ്ടാൽ അടുത്ത് തന്നെ വെള്ളപ്പൊക്കമുണ്ടാകുകയോ അതോ നിമിത്തം ദുഃഖം ഉണ്ടാവുകയോ ചെയ്യും. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിത്തകർക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ വിചാരിച്ച കാര്യം നടക്കാതെ പോകും. സ്വപ്നത്തിൽ വേശ്യാസംഗമം കാണുകയാണെങ്കിൽ വ്യവഹാരങ്ങളിൽ പരാജയം, കലാപം ഇവ ഉണ്ടാകും. ചെരുപ്പുകൾ പുതിയത് ധരിച്ചതായി പരസ്ത്രീകളുമായിട്ടുള്ള വീഴ്ച നടത്തുന്നതിന് അവസരമുണ്ടാകും. സ്വർണ്ണക്കട്ടി ലഭിച്ചതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ വലിയ ദാരിദ്ര്യമുണ്ടാകും. മരിച്ചവരോട് സംസാരിക്കുന്നതായിട്ട് കണ്ടാൽ ശ്രേയസ്സും സൽകീർത്തിയും ഉണ്ടാകും. പേമാരിയോ കൊടുങ്കാറ്റോ ഉണ്ടാകുന്നതായിട്ട് കണ്ടാൽ ധനനഷ്ടം ഉണ്ടാകുകയും പിന്നീട് ധനാഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ശവം ചുമന്നുകൊണ്ടു പോകുന്നതായിട്ട് കണ്ടാൽ പുറം രാജ്യങ്ങളിലുള്ള ബന്ധുക്കൾക്കോ മിത്രങ്ങൾക്കോ മരണം സംഭവിക്കും. ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അഗാധമായ കൊക്കയിലേക്ക് ബസ് മറിയുന്നതായിട്ട് കണ്ടാൽ വലിയ കാലതാമസം കൂടാതെ വലിയ ഒരു അപകടസന്ധി ഉണ്ടാകുമെന്ന് കരുതേണ്ടതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക.